ഡാമിലെ കാഴ്ചകൾക്കൊപ്പം ഇനി സിംഹങ്ങളെയും കാണാം. നെയ്യാർ ലയൺ സഫാരി പാർക്ക് തുറക്കാനൊരുങ്ങുന്നു. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തലസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ നെയ്യാർ ലയൺ സഫാരി പാർക്ക് തുറക്കാൻ നടപടികൾ ആരംഭിച്ചു. നെയ്യാർ ഡാമിനുള്ളിൽ സ്ഥിതി ചെയ്തിരുന്ന പാർക്കിന് സിംഹങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് വേണ്ട വനവിസ്തൃതി ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 2021 പാർക്കിന്റെ അംഗീകാരം റദ്ദാക്കിയത്. എന്നാൽ പാർക്ക് വീണ്ടും തുറന്നു നൽകണമെന്ന നിരന്തര ആവശ്യത്തിനു പിന്നാലെ കൂടുതൽ സ്ഥലം തയ്യാറാക്കിയാൽ അനുമതി നൽകാമെന്ന് കേന്ദ്ര മൃഗശാല അതോറിറ്റി കഴിഞ്ഞ ദിവസം സ്ഥലം MLAക്ക് മറുപടി കത്ത് നൽകിയതോടെയാണ് പാർക്ക് തുറക്കാൻ വീണ്ടും ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നത്. നെയ്യാർ വന്യജീവി സങ്കേതത്തിലെ വനഭൂമിയിൽ നിന്ന് ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് സിംഹ സഫാരി പാർക്ക് സ്ഥാപിക്കാമെന്നാണ് സ്ഥലം MLA CK ഹരീന്ദ്രന്റെ നിലപാട്. ദ്വീപിൽ നിന്നും മറുകരയിലെ വന്യജീവി സങ്കേതത്തിലേക്ക് പാലം നിർമ്മിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് ശ്രമം. വനം മന്ത്രി AK ശശീന്ദ്രൻ, വനംവകുപ്പ് അധികൃതർ എന്നിവരുമായി വിഷയം ചർച്ച ചെയ്ത് ഉടൻ പ്രൊപ്പോസൽ തയ്യാറാക്കാനാണ് തീരുമാനം. സ്വദേശികളും വിദേശികളുമായി ധാരാളം സന്ദർശകർ എത്തിയിരുന്ന കേരളത്തിലെ ഒരേയൊരു ലയൺ സഫാരി പാർക്കായ നെയ്യാർ തന്നെയാണ് ഏഷ്യയിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്കുമെന്ന് അധികൃതർ പറയുന്നു. 1984 സ്ഥാപിച്ച ഈ പാർക്കിൽ പ്രത്യേകം കമ്പിവേലിയാൽ തീർത്ത കൂട്ടിലായിരുന്നു സിംഹങ്ങളെ പാർപ്പിച്ചിരുന്നത്. ഡാമിൽ നിന്ന് ടിക്കറ്റ് എടുത്താൽ ബോട്ടിൽ ദ്വീപിലെത്തി വനം വകുപ്പിന്റെ പ്രത്യേക വാഹനത്തിൽ സിംഹങ്ങളെ കാണാമായിരുന്നു. തൃശൂർ മൃഗശാലയിൽ നിന്നും എത്തിച്ച 4 സിംഹങ്ങളുമായി നെയ്യാർ ഡാമിലെ മരക്കുന്നം ദ്വീപിൽ തുടങ്ങിയ പാർക്ക് ദേശീയ മൃഗശാല അതോറിറ്റി ലൈസൻസ് പുതുക്കി നൽകാത്തതിനാലാണ് അടച്ചുപൂട്ടേണ്ടി വന്നത്. അതോറിറ്റിയുടെ നിബന്ധന പ്രകാരം വലിയ മാംസഫുക്കുകളുടെ സഫാരി നടത്തുന്നതിന് പാർക്കിന് കുറഞ്ഞ വിസ്തീർണം 20 ഹെക്ടറെങ്കിലും വേണം. നിലവിലെ പാർക്കിന് 4 ഹെക്ടർ വിസ്തൃതിയാണുള്ളതെന്നാണ് അടച്ചുപൂട്ടുന്നതിന്റെ പ്രധാന കാരണമായി അധികൃതർ പറയുന്നത്. കൂടാതെ വംശവർധന തടയാനായി സിംഹങ്ങളെ വന്ധ്യംകരിച്ചതും ഉണ്ടായിരുന്ന സിംഹങ്ങൾ ചത്തതും പാർക്കിന് തിരിച്ചടിയായി. പുതിയ സിംഹങ്ങളെ എത്തിക്കാൻ അതോറിറ്റിയെ സമീപിച്ചതോടെയാണ് ഇക്കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നേരത്തെ അനുമതി നിഷേധിച്ചത്.